ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കോഫി ഫേഷ്യൽ വീഡിയോ ആണ്. ഇത് സ്കിൻ ഗ്ലോ ആയിരിക്കാനും സ്കിന്ന് സ്മൂത്ത് ആകാനും വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലർ പോയിട്ട് 1000-2000 കൊടുത്ത് ചെയ്യുന്ന അതേപോലുള്ള ഒരു ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം, എന്നാലാണ് കറക്റ്റായി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 സ്പൂണ് പഞ്ചസാരയാണ്. അതേപോലെ തന്നെ നമുക്ക് 1 സ്പൂണ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. അത് ഏത് കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല. ഈ ഒരേ ഇന്ന കോഫി പൗഡർ വേണം അങ്ങനത്തെ ഇതൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയോ ബദാം ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഏത് വേണമെങ്കിലും അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുക്കുന്നത്. 1 സ്പൂണ് ഒലീവ് ഓയിൽ വയ്ക്കുക, അത്രയും മതിയാവും. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായി മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ഒരാഴ്ചയിൽ 1-2 തവണ ചെയ്യാവുന്നതാണ്. സ്കിന്ന് ഗ്ലോ ആയിരിക്കാനും സ്കിന്നിന് നല്ല സ്മൂത്ത് ആവാനും എല്ലാത്തിനും ഇത് വളരെ യൂസ്ഫുള്ളാണ്. ചെയ്ത് റിസൾട്ട് കണ്ടാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇത് ചെയ്യും. ഓയിൽ മതിയാവില്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തിട്ട് അതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. വളരെ സ്മൂത്തായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യാവുന്നതാണ്. ഒന്നോ 2 മിനിറ്റ് സ്ക്രബ് ചെയ്താൽ മതി, കൂടുതൽ സമയമൊന്നും ചെയ്യണമെന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല സ്കിന്ന് ഗ്ലോ കിട്ടാനും കോഫി പൗഡർ നമ്മുടെ ഡെഡ് സ്കിന്ന് മാറാനും സ്കിന്നിൻ്റെ ഗ്ലോ അതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പഞ്ചസാര ഇട്ടതുകൊണ്ട് കുറച്ച് തരിതരി എന്നുള്ളതുകൊണ്ടേ നമ്മൾ ഈ എണ്ണയാണല്ലോ ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് അമർത്തി കൊടുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ആക്കിയാൽ മതി. ഇത് ചെയ്ത് കഴിയുമ്പോഴേ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ലൈവായിട്ട് കാണിക്കുന്നത്. അപ്പം ഞാൻ വളരെ സ്മൂത്തായിട്ട് 1-2 മിനിറ്റ് സ്ക്രബ് ചെയ്താൽ മതി. ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 മിനിറ്റാണ് സ്ക്രബ് ചെയ്തത്. 1-2-3 മിനിറ്റ് സ്ക്രബ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടവലെടുത്തിട്ട് ഒന്ന് തുടച്ച് വെള്ളം തൊട്ടിട്ട് തുടക്കണം. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടച്ചെടുക്കാം. ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ, വാഷ് ചെയ്തിട്ട് വരാം. ഇതെല്ലാം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വെറുതെ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. മുഖം നല്ല ഡള്ളായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫേസിൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതിനുവേണ്ടി എന്തൊക്കെയാണ് മിക്സ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം അതേപോലെ തന്നെ 1 സ്പൂണ് കോഫി പൗഡർ ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കടലമാവാണ്. 1 സ്പൂണോ അല്ലെങ്കിൽ ഈ ചെറിയ സ്പൂണാണെങ്കിൽ 1.5 സ്പൂണോ എന്തെങ്കിലും കടലമാവ് എടുത്താൽ മതി. പിന്നെ തൈരാണ് ചേർക്കാൻ പോകുന്നത്. 1 സ്പൂൺ ഇതേപോലെ 1 സ്പൂൺ നിറച്ച് തൈര് എടുക്കുക. എന്നിട്ട് ഇതിൽ 3 കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു പണിയില്ല, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്യും. അത്രയ്ക്കും ഞെട്ടിക്കുന്ന റിസൾട്ടാണ്. വെറുതെ എപ്പോഴും പാർലറിൽ പോയിട്ട് പൈസ ഒന്നും ചിലവാക്കാതെ ഇതുപോലെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക്
അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാം. നാച്ചുറൽ സ്കിൻ ഗ്ലോ കിട്ടുവാനും സ്കിന്ന് സ്മൂത്ത് ആവാനും എല്ലാത്തിനും. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യണം. ഒരു പ്രാവശ്യം ചെയ്താൽ വീണ്ടും വീണ്ടും നിങ്ങൾക്കിത് ചെയ്യാൻ തോന്നും. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. കൈ വെച്ചിട്ട് തന്നെ ഞാനെല്ലാം ചെയ്യാറ് കേട്ടോ. എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലും കൂടിയും ചെയ്യണേ. ഇത്രയും മതി. ഇനി നമുക്ക് ഞാനിതൊന്ന് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ഉണങ്ങി വരുമ്പോൾ, ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ കിട്ടാനും സ്കിൻ നല്ല സ്മൂത്ത് ആകാനും വളരെ യൂസ്ഫുള്ളായതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഞാൻ ഉണങ്ങിയിട്ട് എങ്ങനെയെന്ന് നിങ്ങളുടെ അടുത്ത് ലൈവായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പോയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. വേറെ ഒരു ലൈറ്റും ഇവിടെ ഇല്ല, ഒരു സാധാരണ ഒരു ട്യൂബ് ലൈറ്റാണ്. അപ്പോൾ ഇതേപോലെ ചെയ്താൽ എല്ലാവർക്കും ഗുഡ് റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് ചെയ്താൽ അതിൻ്റെ തലേ ദിവസം 2 ദിവസം മുന്നേ ചെയ്താൽ നല്ല ഗ്ലോ ആയിട്ടിരിക്കും, സ്കിന്ന് നല്ല സ്മൂത്താകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സുമായിട്ട് ഞാൻ വരാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ ആക്കി വെക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയും വരുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.